നമസ്കാരം. ശാസ്ത്ര സാഹിത്യ സിനിമകളിലെ ഏറ്റവും ആകർഷകമായ ആയുധമാണ് സ്റ്റാർ വാർസിലെ ലൈറ്റ് സേബറുകൾ. മിന്നിത്തിളങ്ങുന്ന ഏത് കഠിനമായ ലോഹത്തെയും നിഷ്പ്രയാസം മുറിക്കാൻ ശേഷിയുള്ള ഈ ഊർജ വാളുകൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെയും ശാസ്ത്ര കുതുകികളെയും ഒരുപോലെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. വെള്ളിത്തിരയിലെ ഈ അത്ഭുതമായ ആയുധം ഇന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യഥാർത്ഥ ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കുമോ എന്നത് ദശകങ്ങളായി തുടരുന്ന ഒരു വലിയ ചോദ്യമാണ്. ഭൗതികശാസ്ത്രത്തിലെ നിയമങ്ങളും നിലവിലെ സാങ്കേതിക പരിമിതികളും പരിശോധിക്കുമ്പോൾ ഒരു യഥാർത്ഥ ലൈറ്റ് സേബർ നിർമ്മാണം അത്യന്തം സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന് കാണാം. ലൈറ്റ് സേബർ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം അതിലെ ബ്ലേഡ് അഥവാ ഊർജ്ജരശ്മി തന്നെയാണ്. സിനിമകളിൽ ഇത് ലേസർ രശ്മി പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ലേസർ രശ്മികൾ ഫോട്ടോണുകൾ കൊണ്ട് നിർമ്മിതമായതിനാൽ അവയ്ക്ക് പിണ്ഡമില്ല. അതിനാൽ രണ്ട് ലേസർ രശ്മികൾ കൂട്ടിമുട്ടുമ്പോൾ അവ സിനിമയിൽ കാണുന്നത് പോലെ പരസ്പരം തടസ്സപ്പെടുത്തുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യില്ല. പകരം അവ പരസ്പരം കടന്നുപോകും. കൂടാതെ ലേസർ രശ്മിക്ക് നിശ്ചിത നീളത്തിൽ അവസാനിക്കാനുള്ള ശേഷിയില്ല. തടസ്സങ്ങളില്ലെങ്കിൽ അവ അനന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരു നിശ്ചിത നീളത്തിൽ വെളിച്ചത്തെ തടഞ്ഞു നിർത്തുക എന്നത് ഭൗതികശാസ്ത്ര നിയമമനുസരിച്ച് അസാധ്യമാണ്. മറ്റൊരു സാധ്യത പ്ലാസ്മ ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ്. വാതകങ്ങളെ അതിശക്തമായി ചൂടാക്കി നിർമ്മിക്കുന്ന പ്ലാസ്മയ്ക്ക് ലോഹങ്ങളെ ഉരുക്കുവാൻ ശേഷിയുണ്ട്. എന്നാൽ പ്ലാസ്മയെ ഒരു വാളിൻ്റെ ആകൃതിയിൽ വായുവിൽ നിലനിർത്തണമെങ്കിൽ അതിശക്തമായ കാന്തിക മണ്ഡലങ്ങൾ ആവശ്യമാണ്. ഇത്രയും ശക്തമായ കാന്തിക മണ്ഡലം സൃഷ്ടിക്കാൻ ആവശ്യമായ ഉപകരണം ഒരു ചെറിയ വാളിൻ്റെ പിടിക്കുള്ളിൽ ഒതുക്കുക എന്നത് ഇന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് അസാധ്യമായ കാര്യമാണ്. കൂടാതെ പ്ലാസ്മ പുറത്തുവിടുന്ന അതിഭീമമായ താപം അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ തന്നെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. വായുവിൽ പ്ലാസ്മ പെട്ടെന്ന് തണുത്തു പോകും എന്നതിനാൽ അതിനെ സ്ഥിരമായി നിലനിർത്താൻ വലിയ അളവിൽ ഊർജം ആവശ്യവുമാണ്. ഊർജ ഉപഭോഗമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. സിനിമയിൽ കാണുന്നത് പോലെ ഒരു നിശ്ചിത സമയം ലൈറ്റ് സേബർ പ്രവർത്തിപ്പിക്കുവാൻ ഒരു ചെറിയ നഗരത്തിന് മുഴുവൻ വേണ്ടത്ര വൈദ്യുതി ആവശ്യമായി വരും. ഇത്രയും വലിയ ഊർജ്ജം സംഭരിക്കുവാൻ ശേഷിയുള്ള ബാറ്ററി സാങ്കേതികവിദ്യ നമുക്ക് നിലവിൽ ഇല്ല. ഗവേഷകരുടെ കണക്കനുസരിച്ച് ഒരു യഥാർത്ഥ ലൈറ്റ് സേബർ പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ഇന്ധനത്തിന് ടൺ കണക്കിന് ഭാരമുണ്ടാകും. ഇത്രയും ഭാരമേറിയ ഒരു ആയുധം മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നത് ഇതിൻ്റെ പ്രായോഗികതയെ ചോദ്യം ചെയ്യുന്നു. ചുരുക്കത്തിൽ ശാസ്ത്രം അതിവേഗം പുരോഗമിക്കുമ്പോഴും സിനിമയിലെ ലൈറ്റ് സേബറുകൾ അതേപടി നിർമ്മിക്കുക എന്നത് ഇപ്പോഴും അസംഭവ്യമായി തുടരുന്നു. പ്ലാസ്മ ടോർച്ചുകളും ലേസർ കട്ടറുകളും ഇന്ന് വ്യവസായ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അവയൊന്നും ഒരു ദ്വന്ദ്വയുദ്ധത്തിന് അനുയോജ്യമായ ആയുധങ്ങളല്ല. ഭൗതികശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമങ്ങളിൽ മാറ്റം വരാത്ത കാലത്തോളം ലൈറ്റ് സേബറുകൾ വെള്ളിത്തിരയിലെ മനോഹരമായ ഒരു സങ്കല്പമായി തന്നെ അവശേഷിക്കും. എങ്കിലും ഇത്തരം ഭാവനകൾ പുതിയ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും പ്ലാസ്മ ഗവേഷണങ്ങൾക്കും പ്രചോദനമാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.